ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട് പറയാൻ നമുക്ക് കഴിയും. ആ മൻമോഹൻ സിംഗ് കൊണ്ടുവന്നതിലെ സുപ്രധാനമായ ഒന്നായിരുന്നു ആണവ കരാർ. ഞാനന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് അഹമ്മദ് സാഹിബ് കേന്ദ്രത്തിൽ മന്ത്രിയാണ്. ആണവ കരാർ കൊണ്ടുവരുന്ന സമയത്ത് ഈ ഇടതുപക്ഷം ഉണ്ടാക്കിയ ഒരു വൈകാരിക ചലനമുണ്ട് കേരളത്തിൽ. ഇവിടെ അടക്കം അഹമ്മദ് സാഹിബ് രാജിവെക്കണം. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, ഒരു യൂത്ത് ലീഗുകാരൻ എന്നതിലേക്ക് അന്ന് ഞങ്ങളുടെ കമ്മിറ്റി കൂടി പറഞ്ഞത് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ്. ഞാൻ ഇന്ന് അഭിമാനിക്കുന്നുണ്ട് ആ വിഷയത്തിൽ. നിങ്ങൾ ഓർത്തു നോക്കൂ, ആ ആണവ കരാറിന്റെ പേരിലാണ് മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കാൻ പരിശ്രമിക്കുന്നത്, പിന്തുണ പിൻവലിക്കുന്നത് ഇവിടുത്തെ CPM-കാർ. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, മൻമോഹൻ സിംഗിന്റെ കാലം കഴിഞ്ഞല്ലോ. ഈ നരേന്ദ്രമോദി പിന്നെയും ഭരിച്ചു, പിന്നെയും ഭരിക്കാൻ വന്നല്ലോ. ആണവ കരാറിന്റെ അപകടം എന്താണ് ഇന്ത്യയിൽ? എന്താ ഉണ്ടാക്കിയത്? നിങ്ങൾ വലിയ കോലാഹലം ഉണ്ടാക്കിയിട്ട് ഈ മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കാൻ പ്രയത്നിച്ച നിങ്ങളുടെ രാഷ്ട്രീയ തന്ത്രം അതായിരുന്നില്ലേ? ആ ആണവ കരാർ ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താണ് ഇന്ത്യയിൽ? എന്തെന്നറിയുമോ? ഈ രാജ്യത്ത് വൈദ്യുതിയുടെ സഫിഷ്യൻസി ഉണ്ടാക്കിയെടുത്തത് ആ കരാറാണ്. ഈ തമിഴ്നാട്ടിൽ പോലും കൂടംകുളത്ത് പോലും വന്നിട്ടുള്ള ആണവ നിലയമാണ് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതക്ക് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അതെങ്ങനെയാണ് കേരളത്തിലെ പിണറായി വിജയന് മനസ്സിലാവുക? ജീവിതത്തിൽ ആകെയായ ഒരിക്കലായിട്ടുള്ള വിദ്യുച്ഛക്തി മന്ത്രിസ്ഥാനം കൊണ്ട് ലാവ്ലിയിലെ 200-300 കോടി അടിച്ചു മാറ്റി കട്ടുനിന്ന പിണറായി വിജയന് എങ്ങനെയാണ് സത്യസന്ധമായ ഒരു ആണവ കരാറിന് രാഷ്ട്രീയം പറഞ്ഞാൽ മനസ്സിലാവുക? നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ഇന്നും മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കാൻ പ്രയത്നിച്ചത് ആ ആണവ കരാറിന്റെ പേരിലാണ്. ആ കരാർ അവിടെ നഷ്ടം വന്നോ രാജ്യത്തിന്? എന്തെങ്കിലും പ്രയാസമുണ്ടായ രാജ്യത്തിന്? ഇല്ല. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രയാസമുണ്ടായി. എന്തെന്നറിയുമോ? നിങ്ങളും ഈ പറയുന്ന അണ്ണാ ഹസാരെയും ഈ പറയുന്ന കള്ള സന്യാസിയും കൂടെ ഈ രാജ്യത്തിന്റെ ഗോപുരങ്ങളിൽ നിന്ന് മതേതരത്വത്തെ താഴെ ഇറക്കുകയും നരേന്ദ്രമോദി എന്ന ഫാഷിസ്റ്റിനെ ഇന്ത്യയുടെ അധികാരത്തിൽ കൊണ്ടുവരികയും ചെയ്തു. നിങ്ങളാണ് ചെയ്തത്. ഓർക്കണം നിങ്ങൾ. എന്നിട്ടും CPM-കാരാ നിങ്ങളെ ഒരു ജനാധിപത്യ മുന്നണിയിൽ ചേർത്ത് നിർത്താൻ രാഹുലും ആ മുന്നണിയുടെ പ്രവർത്തകന്മാരും കാണിച്ച മര്യാദ ഉണ്ടല്ലോ. ഞാൻ അന്ന് കഴിഞ്ഞതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പ്രസംഗിക്കുമ്പോ ഈ വൈകാരികതയുടെ പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞു വന്നപ്പോ ഞാൻ പറഞ്ഞു, സ്നേഹമുള്ളവരെ, ഇത് ലാസ്റ്റ് വണ്ടിയാണ്, ലാസ്റ്റ് ബസ്സാണ്, നിങ്ങൾ ഇതിൽ കയറണം. പിന്നെ തുടങ്ങിയില്ലേ, നമ്മളാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി. രാഹുൽ പ്രതിപക്ഷ നേതാവായില്ല. പിന്നെ തുടങ്ങിയില്ലേ സഖാക്കൾ എന്നെ ട്രോളാൻ. ലാസ്റ്റ് ബസ് പോയോ? ലാസ്റ്റ് ബസ് വന്നോ? ലാസ്റ്റ് ബസ് കഴിഞ്ഞാൽ പിന്നെയും ബസ് വരാനുണ്ടോ? ഇഞ്ചി എന്നൊക്കെ പറയണ മാതിരി എന്നെ ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ സഖാക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, കളിയാക്കലൊക്കെ കളിയാക്കിക്കോ. പക്ഷെ ആ ലാസ്റ്റ് ബസ്സിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കയറിയിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ അരിവാളും ചുറ്റികയൊക്കെ ആക്രിക്കടയിൽ പോയി തപ്പേണ്ടി വരുമായിരുന്നു. നിങ്ങളുടെ ചിഹ്നാവൂല. മനസ്സിലായോ? ഞങ്ങള് രാഹുൽ ഗാന്ധി ഈ മുന്നണിക്കകത്ത് നിങ്ങളെ കൂട്ടിയിട്ട് ഈ കേരളത്തിന് പുറത്ത് ഇവിടെ ഒന്നല്ലേ കിട്ടിയുള്ളൂ, മറ്റൊന്ന് നിങ്ങൾ BJP-ക്ക് പതിച്ചു കൊടുത്തതല്ലേ തൃശ്ശൂര്, ഒന്നല്ലേ കിട്ടിയുള്ളൂ. ഈ കേരളത്തിന് പുറത്ത് നിങ്ങൾക്ക് സീറ്റ് വാങ്ങിത്തരാൻ കോൺഗ്രസ് മുൻകൈ എടുത്തില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ ചിഹ്നം കൊടസകർ ഉണ്ടാവുമായിരുന്നില്ല. അറിയോ നിങ്ങൾക്ക്? ആ രാഹുലിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ രാഹുൽ ഗാന്ധി ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ മുൻനിരയിൽ നിൽക്കുമ്പോ നിങ്ങൾ ആക്ഷേപിക്കുക, പരിഹസിക്കുക. രാഹുൽ വയനാട്ടിൽ നിന്ന് ജയിച്ചത് വർഗീയ വോട്ടുകൾ കൊണ്ടാണെന്ന് നേരത്തെ ഷിബു പറഞ്ഞ പോലെ നിതീഷ് റാണ അടക്കമുള്ളവർ പറഞ്ഞ അതേ നിതീഷ് റാണ പറഞ്ഞ അതേ വാക്ക് നിങ്ങൾ പറയുക. വയനാട് തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ജയിച്ചത്, എന്റെ സ്നേഹമുള്ളവരെ, പ്രിയങ്ക ജയിക്കുമ്പോഴുള്ള ഒരു രാഷ്ട്രീയം നിങ്ങൾക്ക് മനസ്സിലായോ? രാഹുലിന് നമ്മളെന്താ വോട്ട് ചെയ്തത്? നിങ്ങൾ ഈ മണ്ഡലത്തില് എന്തിനാണ് കോൺഗ്രസിന്റെ MP-ക്ക് ആവേശപൂർവ്വം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്തത്? ഇന്ത്യ ഭരിക്കാൻ രാഹുലിനെ പറഞ്ഞേക്കാൻ അല്ലേ? ഞങ്ങൾ വയനാട്ടുകാരും വോട്ട് ചെയ്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് രാഹുൽ പോവട്ടെ എന്ന് വിചാരിച്ചാണ്. നടന്നില്ല, നിർഭാഗ്യം. ആ ഉപതെരഞ്ഞെടുപ്പിൽ വരുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് 10 ലക്ഷം വോട്ട് കൊടുത്താൽ, ഭൂരിപക്ഷം കൊടുത്താൽ രാഹുൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറെ ഒരു ചലനവും അതിശയകരമായി ഉണ്ടാക്കാൻ ഇടയില്ലാത്ത തെരഞ്ഞെടുപ്പ്. എന്നിട്ടും ആ തെരഞ്ഞെടുപ്പിൽ 47,000 വോട്ട് രാഹുലിനേക്കാൾ ഭൂരിപക്ഷം പ്രിയങ്ക കൊടുത്തു. അതിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്താണ്? ഫാഷിസത്തോടുള്ള ഒരു മതേതര സമൂഹത്തിന്റെ എതിർപ്പാണ്, ശത്രുതയാണ്, ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന ജനാധിപത്യ ബോധമാണ്. ആ ജനാധിപത്യ ബോധത്തെയാണ് CPM-കാര വയനാട്ടിൽ നിങ്ങൾ പരിഹസിക്കാൻ ശ്രമിച്ചത്.
വയനാട്ടിൽ നിങ്ങൾ രാഹുലിന് വോട്ട് ചെയ്തവരും പ്രിയങ്കക്ക് വോട്ട് ചെയ്തവരും വർഗീയവാദികളായ മുസ്ലിങ്ങളാണ്. അതാണല്ലോ നിങ്ങളുടെ പ്രയോഗം. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ 3 MLA-മാരുണ്ട് CPM-ന്, ഇടതുപക്ഷത്തിന്. അവർക്ക് മുസ്ലിങ്ങളെ വോട്ട് ചെയ്തിട്ടില്ല. ഇനി അവർക്ക് വോട്ട് ചെയ്ത മുസ്ലിങ്ങളൊക്കെ മതേതരവാദികളും കോൺഗ്രസ് നേതാവിന് വോട്ട് ചെയ്ത മുസ്ലിങ്ങൾ വർഗീയവാദികളും എന്നാണോ നീ പറയണത്? നിങ്ങൾക്ക് വോട്ട് ചെയ്താലേ മതേതരാവുള്ളൂ, അങ്ങനെ ആവുള്ളൂ. ഇനി വോട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളൊക്കെ മൂരാച്ചികളും കൊള്ളരുതാത്തവരും വർഗീയവാദികളാണോ? എടോ CPM-കാരാ, വയനാട് ജില്ലാ CPM-ന്റെ ജനറൽ സെക്രട്ടറി, നിങ്ങളുടെ സെക്രട്ടറി ആരെന്നറിയോ? ഒരു മുസ്ലിമാണ്. നിങ്ങൾ ഈ പറഞ്ഞ മൂരാച്ചിയായ മുസ്ലിമാണോ അവൻ? ആണോ? വയനാട്ടിലെ മുഴുവൻ മുസ്ലിങ്ങളും കൊള്ളരുതാത്തവരാണെങ്കിൽ അവൻ ഈ പറയുന്ന മൂരാച്ചിയാണോ അവിടുത്തെ മുസ്ലിം എന്ന് പറയുന്നത്? ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, വയനാട്ടിൽ ആർക്കാ ഞങ്ങൾ വോട്ട് കൊടുത്തത്? രാഹുൽ ഗാന്ധിക്ക്, ഹിന്ദുവായ രാഹുൽ ഗാന്ധിക്ക് അല്ലേ? വയനാട്ടുകാരായ ഞങ്ങൾ മുസ്ലിങ്ങൾ ആർക്കാ വോട്ട് കൊടുത്തത്? ഹിന്ദുവായ പ്രിയങ്ക ഗാന്ധിക്ക്. അതാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ വർഗീയവാദികളാണ്. എന്നാൽ എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നേമത്ത് അവിടുത്തെ വോട്ടർമാർ ആർക്കാ വോട്ട് ചെയ്യുന്നത്? തൃശ്ശൂരില് അവിടുത്തെ വോട്ടർമാർ ആർക്കാ വോട്ട് ചെയ്യുന്നത്? പാലായില് അവിടുത്തെ വോട്ടർമാർ ആർക്കാ വോട്ട് ചെയ്യുന്നത്? അതൊന്നും CPM-ന് കുഴപ്പമില്ല. തൃശ്ശൂരിലെ ആളുകൾ അവരുടെ സമുദായത്തിലുള്ളവർക്ക് വോട്ട് കൊടുത്താൽ മതേതരം. നേമത്ത് അവരുടെ സമുദായത്തിലുള്ളവർ അവരുടെ നേതാവിന് വോട്ട് കൊടുത്താൽ മതേതരം. പാലായിൽ അവരുടെ സമുദായം അവരുടെ നേതാവിന് വോട്ട് കൊടുത്താൽ മതേതരം. വയനാട്ടിലെ മുസ്ലിങ്ങൾ മറ്റൊരു സമുദായത്തിൽപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൊടുത്താൽ അത് വർഗീയം. ഇത് എവിടുത്തെ ന്യായമാണോ? അവര് മുസ്ലിങ്ങൾക്കല്ലല്ലോ വോട്ട് ചെയ്തത്. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല ഞാനിത് പറയുന്നത്. ഈ വൃത്തികെട്ട മൂരാച്ചി കമ്മ്യൂണിസ്റ്റുകളുടെ ഈ വർഗീയത പറച്ചിൽ കൊണ്ട് പറയാണ്. എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് പറയല്ല. അതിനെങ്ങനെയാണ് നിങ്ങൾ കണക്കാക്കുന്നത്? വയനാട്ടിലുള്ളവർ വോട്ട് ചെയ്തത് രാഹുൽ ഗാന്ധിക്കാണ്, പ്രിയങ്ക ഗാന്ധിക്കാണ്. അവർ ഹിന്ദു സഹോദരന്മാരും സഹോദരിയുമാണ്. അവർക്ക് വോട്ട് ചെയ്ത മുസ്ലിം എങ്ങനെയാണോ വർഗീയവാദിയാവുക? ഇതെന്തു രാഷ്ട്രീയമാണ്? ഇവിടുത്തെ BJP പറയുന്ന ഏറ്റവും മ്ലേച്ഛമായ വർഗീയത നിങ്ങൾ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്? ഒരു കാര്യം നിങ്ങൾ ഓർത്തു നോക്കൂ. ഈ സന്ദീപ് വാര്യർ ലീഗിലേക്ക് കോൺഗ്രസിലേക്ക് പോയി. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി. അദ്ദേഹം ഈ വെറുപ്പിന്റെ രാഷ്ട്രീയമൊക്കെ കളഞ്ഞ് ഞാനിതാ രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിന്റെ കടയിലേക്ക് വരികയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായത്. അപ്പൊ അദ്ദേഹം നോക്കുമ്പോ മലപ്പുറത്ത് അല്ലെങ്കിൽ മലബാറില് അങ്ങനെ ഒരു സ്നേഹത്തിന്റെ കട തുറന്നു വെച്ചങ്ങനെ നോക്കുമ്പോ ഒറ്റയടിക്ക് കാണുന്നതാണ് പാണക്കാട് വീടാണ്. സന്ദീപ് വാര്യർ നേരെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ കാണാൻ പോയി. അവിടെ അല്ലടോ പോണ്ടത്, അവിടെ അല്ലേ സ്നേഹമുള്ളത്, അവിടെ അല്ലേ ഇഷ്ടമുള്ളത്, അവിടെ അല്ലേ ഒരു നന്മ ഉള്ളത്. CPM-ന്റെ ഓഫീസ് പോയാൽ കത്തിയും കോടാലിയും ചോരയല്ലാതെ വേറെ എന്താ അവിടെ ഉണ്ടാവുക? സ്വാഭാവികമായിട്ട് സ്നേഹത്തിന്റെ കട തിരയുന്നവൻ പോകേണ്ടത് പാണക്കാടല്ലേ? മലബാറിൽ പോയാൽ സ്വാഭാവികല്ലേ അത്? അവിടെ ചെന്നപ്പോ പിണറായി വിജയൻ ദേഷ്യം. എന്താണ് സന്ദീപ് വാര്യർ എങ്ങനെയാണ് കോൺഗ്രസിൽ പോവുക? പാണക്കാട് തങ്ങളെ കാണാൻ പോയത് എവിടുത്തെ ഏർപ്പാടാണ്? വിജയരാഘവൻ എന്ന് പറയുന്ന വർഗീയ രാഘവന് അത് ഇഷ്ടമില്ല. ഞാൻ ചോദിക്കട്ടെ, എന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ, OK വാസുവിനെ നിങ്ങൾക്കറിയും? എനിക്കറിയാം. ഞാൻ കണ്ണൂരിലെ MLA ആയിരിക്കുന്ന സമയത്ത് OK വാസു എന്ന് പറയുന്ന കലാപങ്ങളുടെയും കൊലപാതകങ്ങളുടെയും സൂത്രധാരനായ RSS-കാരൻ, ഒരു ഭാഗത്ത് CPM സായുധമായി ആക്രമണം നടത്തുമ്പോ മറുഭാഗത്ത് CPM-നെതിരെ സായുധ ഒരുക്കങ്ങൾ നടത്തുന്ന RSS-ൽപ്പെട്ട അന്നത്തെ ശക്തനായ നേതാവ് OK വാസു RSS വിട്ടുവന്നത് CPM-ലല്ലേ? ഒരു വാക്ക് ഒരു ലീഗുകാരൻ, ഒരു കോൺഗ്രസുകാരൻ പ്രകടമായ ഫാഷിസത്തിൽ നിന്ന് ഒരാൾ പുറത്തു വരുമ്പോ അഭിനന്ദിക്കണ്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ? അഭിനന്ദിച്ചിട്ടില്ലെങ്കിലും നിന്ദിക്കാൻ പാടുണ്ടോ? കളിയാക്കാൻ പാടുണ്ടോ? പരിഹസിക്കാൻ പാടുണ്ടോ? അവരെ ചീത്ത വിളിക്കാൻ പാടുണ്ടോ? അത് ശരിയായ ഒരു പ്രക്രിയ അല്ലല്ലോ. നിങ്ങൾ സന്ദീപ് വാര്യർ അദ്ദേഹത്തിന്റെ നിലപാടെടുത്തു വരുമ്പോ വാസുവിനെ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തെ പരിഹസിക്കുന്നതിന്റെയും കളിയാക്കുന്നതിന്റെയും അർത്ഥം എന്താണ്? അതിനെ വർഗീയവൽക്കരിക്കുന്നതിന്റെ രാഷ്ട്രീയം എന്താണ്?